മഴക്കാലമായി കിണറിലെ വെള്ളമൊന്നും അത്ര ക്ലീൻ ആയിരിക്കില്ല. ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് വെള്ളമൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പിന്നെ കിണറിലെ വെള്ളത്തിൽ നിന്ന് പോലും വളരെ ഗൗരവമുള്ള അസുഖങ്ങൾ വരുന്നതായിട്ട് ഈ അടുത്ത ദിവസം വായിച്ചു. അപ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാൻ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതിന് പ്രത്യേക കണക്കുകളൊക്കെ ഉണ്ട്. കിണറിൽ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കണം, ഒരു ഇത്ര ലിറ്റർ വെള്ളത്തിന് ഇത്ര ബ്ലീച്ചിങ് പൗഡർ എന്നൊരു കണക്കൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത്ര എളുപ്പമുള്ള പണിയല്ല. മഴക്കാലമാകുമ്പോൾ കിണറിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. പിന്നെ കിണറിലെ മാലിന്യങ്ങളനുസരിച്ച് ബ്ലീച്ചിങ് പൗഡറിൻ്റെ അളവ് വ്യത്യാസം വരും. കാരണം അതിൽ അവൈലബിൾ ക്ലോറിനൊക്കെ കണക്ക് കൂട്ടണം, കുറേ പണിയുണ്ട്. അത്രയ്ക്കൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഉപയോഗങ്ങളെപ്പറ്റി നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. കോൺക്രീറ്റ് സർഫസ് ക്ലീനിങ്, ബാത്റൂം ക്ലീനിങ്, ടൈൽസിൽ ഫംഗസ് കളയാൻ, പിന്നെ പെറ്റ് കേജ്, അതായത് പക്ഷിയൊക്കെ വളർത്തുന്ന കൂടുകൾ വൃത്തിയാക്കാൻ, പിന്നെ തുണികളിലെ സ്റ്റെയിൻ കളയാൻ, കാറ്റിൽ ഷെഡ്, അതായത് പശുവിൻ്റെ തൊഴുത്തൊക്കെ ക്ലീൻ ചെയ്യാൻ, പിന്നെ യൂറിനൽ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ കുറേ പണിയുണ്ട്. മണം കളയാനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സാധാരണ പലപ്പോഴും ഇതിനൊന്നും ഞാൻ ഇവിടെ ഉപയോഗിക്കാറില്ല. ഞങ്ങളധികം മുറ്റത്ത് ഇങ്ങനെ വഴുക്കിൽ പിടിച്ച് കിടക്കുന്ന ഫംഗസ് അല്ല, ഈ പൂപ്പിൽ ആൽഗ അങ്ങനത്തെ കുറേ ഇതുണ്ടാവുമല്ലോ വഴുക്കിൽ പിടിക്കുന്നത്, അതിനൊക്കെ ഇത് സൗകര്യമാണ്. അടുത്ത വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് വെറുതെ വെതിരിടേ ഉള്ളൂ, പ്രത്യേക മെത്തേഡൊന്നും ഉപയോഗിക്കാറില്ല. പിന്നെ ഇതിലൂടെ ഉപയോഗിക്കേണ്ട വിധമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഓരോരുത്തരും കുറച്ച് വ്യത്യാസമുള്ള വിധത്തിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ വീട്ടിൽ കഴുകുന്നതിനുള്ള കാര്യത്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 50 ഗ്രാം 1 ലിറ്ററിൽ കലക്കിയിട്ട് കഴുകാനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ സ്യൂവേജ് വൃത്തിയാക്കാൻ, ഗട്ടർ വൃത്തിയാക്കാൻ, കുറേ ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കൊന്നും വിശദമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിപ്പോൾ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കിയിട്ട് കിണറിലെ വെള്ളത്തിലിടും. നിറയെ വെള്ളമുണ്ട്. പിന്നെ അതിപ്പോൾ ഞാൻ കുടിക്കാൻ ഉപയോഗിക്കാത്ത കിണറാണ്, അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെടി നനയ്ക്കാനൊക്കെ എന്തായാലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ധാരാളം വെള്ളമുള്ള സമയമാണല്ലോ. വേനൽക്കാലമാകുമ്പോൾ വെള്ളം കുറവുള്ളപ്പോഴാണ് അളവ് കൂടിപ്പോയാൽ പ്രശ്നം വരുന്നത്.